തിരുവനന്തപുരം വെള്ളറട കുടപ്പനമൂടിന് സമീപം കാറ് കുഴിയിലേക്ക് വീണ അപകടം. നമസ്കാരം കഴിഞ്ഞ് മടങ്ങുന്നവരാണ് അപകടത്തിൽപ്പെട്ടത്. 6 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സ്വാന്തന സാജു വിവരങ്ങളുമായി. സ്വാന്തന, എങ്ങനെയാണ് ഈ കാറ് കുഴിയിലേക്ക് വീണത്? കുഴി വലിയ ആഴത്തിലുള്ള കുഴിയാണോ? അപകടത്തിൽ കാര്യമായ പരിക്കേറ്റിട്ടുണ്ടോ? സ്മൃതി, വെള്ളറട കുടപ്പനമൂട് ഭാഗത്ത് ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. ഇതൊരു മഹീന്ദ്ര ഥാർ ജീപ്പാണ്. അതാണ് ഇന്ന് രാവിലെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ടത്. പ്രധാന റോഡിൽ നിന്നും താഴെയുള്ള കുഴിയിലേക്ക് വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ഒരു വീട്, ആ കുഴിയിൽ ഒരു വീട് ഉണ്ട്. വീടും ആ വീടിന്റെ മതിലിനും ഇടയ്ക്കുള്ള ഭാഗത്തേക്കാണ് പ്രധാന റോഡിൽ നിന്നും ഈ വാഹനം മറിഞ്ഞ് വീണത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് 6 പേരാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 2 പേർക്ക് കുറച്ച് സാരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട്. അവരെ കാരക്കോണം മെഡിക്കൽ കോളേജിലേക്കാണ് മാറ്റിയത്. മറ്റുള്ളവരെ തൊട്ടടുത്തുള്ള വെള്ളറട തന്നെയുള്ള സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ട് തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ നിന്ന് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അത് മാത്രമല്ല സ്മൃതി, ഇതിവിടെ ആദ്യമായി നടക്കുന്ന അപകടമല്ല. ഇത്തരത്തിൽ 3ാമത്തെ തവണയാണ് ഇവിടെ ഇങ്ങനെ അപകടം ഉണ്ടാകുന്നത്. ഇതിനു മുൻപും 2 വാഹനങ്ങൾ സമാനമായ രീതിയിൽ ഈ റോഡിൽ നിന്നും മറിഞ്ഞ് ഈ വലിയ കുഴിയിലേക്ക് വീണിട്ടുണ്ട്. അന്നും ഈ കാറുകളിലും മറ്റും ഉണ്ടായിരുന്ന ആളുകൾക്ക് സാരമായി തന്നെ പരിക്കേറ്റ സാഹചര്യമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ അവിടുത്തെ പ്രദേശവാസികളുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിൽ അവിടെ ഒരു ഭിത്തി ഇല്ലാത്തതാണ്, സുരക്ഷാ ഭിത്തി ഇല്ലാത്തതാണ് ഇത്തരത്തിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്നുള്ളതാണ്. എന്തായാലും ഇതിപ്പോൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായി ഇടപെട്ടുകൊണ്ട് അവിടെ ഒരു സുരക്ഷാ ഭിത്തി നിർമ്മിക്കണമെന്ന് തന്നെയാണ് സ്മൃതി ഇപ്പോൾ പ്രദേശവാസികളായ ആളുകളും വ്യക്തമാക്കുന്നത്. ശരി, സാന്ദ്ര സാജുവാണ് വിവരങ്ങൾ നൽകിയത്.